വി.എസ്. രഞ്ജിത്ത്, മുബഷിർ പി. അക്ബർ, ദീപക് മലയമ്മ എന്നിവർ കൂടി ചേരുന്നു. വി.എസ്. രഞ്ജിത്തിലേക്ക്. രഞ്ജിത്ത്, മലബാറിലെ ഒരു നിർണായക ശക്തിയായി മാറുക അത് തന്നെയാണ് പി.വി. അൻവർ ഉദ്ദേശിക്കുന്നത്. ഒപ്പം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാവുന്ന നീക്കങ്ങളിലേക്ക് DMK-യുടെ സഖ്യമാകുമ്പോൾ അത്തരം നീക്കങ്ങളിലേക്ക് കൂടി അൻവർ കടക്കുകയാണ്. എങ്ങനെയായിരിക്കും മലബാറിൽ ഇത് പ്രതിഫലിക്കുക എന്നത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നതും. പ്രത്യേകിച്ച് CPM-നെ കടന്നാക്രമിച്ചുകൊണ്ട് സംഘപരിവാർ വിരുദ്ധരെയെല്ലാം ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഒപ്പം ജനകീയ വിഷയങ്ങൾ, പ്രത്യേകിച്ച് നിലമ്പൂർ മേഖലയിലൊക്കെയുള്ള വനാതിർത്തിയിലെ പ്രശ്നങ്ങൾ, വന്യജീവി സംഘർഷങ്ങൾ, ഇതൊക്കെ തന്നെയും ഉയർത്തിക്കൊണ്ട് ഒരു സോഷ്യൽ മൂവ്മെന്റ് എന്ന രീതിയിലേക്ക് അൻവർ തന്റെ പ്രസ്ഥാനത്തെ മാറ്റിയെടുക്കുമ്പോൾ അതേത് രീതിയിലാണ് ചർച്ചയാകാൻ പോകുന്നത്? വിനിത, ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല പ്രഖ്യാപിക്കാൻ പോകുന്നത്, ഒരു സാമൂഹിക സംഘടനയാണ് എന്ന് പി.വി. അൻവർ പറയുമ്പോഴും ഇന്ന് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയായിരിക്കും പി.വി. അൻവർ പ്രഖ്യാപിക്കാൻ പോകുന്നത്. സാങ്കേതികമായി അത് രാഷ്ട്രീയ പാർട്ടി ആയിരിക്കില്ല എന്നതുകൊണ്ട് തന്നെ. പക്ഷേ ഇവിടെ നമുക്ക് നോക്കാം, ഈ വേദി നിലമ്പൂരിലെ വേദിയിൽ നിന്ന് വ്യത്യസ്തമായി നിലമ്പൂരിലെ വേദിയിൽ ഒരു ലോറി, ഒരു ചെറിയ ടിപ്പർ വാൻ, അതിനകത്ത് ഒരൊറ്റ പോഡിയം, അവിടെ പി.വി. അൻവർ മാത്രം. ഇവിടെ ഇപ്പോൾ എനിക്കിപ്പോൾ മുബഷീറും ദീപക് മലയമ്മയും ഉണ്ട്. ഇവിടെ കസേരയുടെ രാഷ്ട്രീയമുണ്ട്. ദീപക്, നമുക്ക് വേദിയിൽ എത്ര കസേര എന്നുള്ളത്, ആരൊക്കെ പി.വി. അൻവറിനൊപ്പം എന്നുള്ളത് പ്രസക്തമാണ്. നമുക്ക് ഈ വേദിയിൽ ഇടാനിരിക്കുന്ന കസേര നോക്കാം. മുബഷീർ, വേദിയിലേക്ക് ഇവിടെ മൊത്തം 10 കസേരകളുണ്ട്. അതെ, 10 കസേരയിൽ ആരൊക്കെ എന്നുള്ളതാണ്. DMK-യുടെ നിരീക്ഷകൻ വരും എന്ന് പറയുന്നു. DMK-യുടെ നിരീക്ഷകൻ വേദിയിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. നേരത്തെ ചന്തക്കുന്നിൽ നടന്ന പരിപാടിയിൽ വഴിക്കട പഞ്ചായത്ത് മുൻ പ്രസിഡന്റ്, മുൻ CPM നേതാവായ ഇ. സുഗു വേദിയിലുണ്ടായിരുന്നു. അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രമുഖരാരെങ്കിലും അൻവറിന്റെ വേദിയിലേക്ക് എത്തുമോ എന്നുള്ളതാണ്. 10 കസേര ഉണ്ടാകുമ്പോൾ അതിലൊരു സസ്പെൻസ് നിലനിൽക്കുന്ന ഒരു വസ്തുതയാണ്. ഈ 10 കസേര ആരൊക്കെ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പ്രത്യേകിച്ച് പി.വി. അൻവർ പറഞ്ഞിട്ടുള്ളത് കണ്ണൂരിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് എന്നോടൊപ്പം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ 10 കസേരകളിൽ കണ്ണൂരിലെ നേതാവ് ഉണ്ടോ എന്നുള്ളതാണ്. ഈ ഒരുക്കിയിരിക്കുന്ന 10 കസേരകൾ, സ്വാഭാവികമായിട്ടും ഈ 10 കസേരകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആരൊക്കെയാണ് അൻവറിനൊപ്പം വേദിയിൽ എന്നുള്ളതാണ്. ഇനി നമുക്ക് സദസ്സിലേക്ക് പോയാൽ, മലയമ്മ, എത്ര കസേര ഉണ്ടായിരിക്കും ഈ സദസ്സിൽ? നിലവിൽ എനിക്ക് തോന്നുന്നത് 2000-ന് മുകളിൽ കസേരയുണ്ട്. പക്ഷേ ആ കസേരകളായിരിക്കുമോ നിറയുക, അല്ലെങ്കിൽ അതിനപ്പുറത്ത് നിറയുമോ എന്നുള്ളതാണല്ലോ കൗതുകം. നിലമ്പൂരിൽ നേരത്തെ അവകാശവാദം എന്ന് പറയുന്നത് 50 പേര് വരും, 200 പേര് വരുന്നതായിരുന്നു. പക്ഷേ എത്ര പേര് നിലമ്പൂരിൽ വന്നു? 6000-ലധികം ആളുകൾ നിലമ്പൂരിൽ വന്നിട്ടുണ്ട്. അതിൽ പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് അനുഭാവികൾ വന്നിട്ടുണ്ട്, അണികൾ വന്നിട്ടുണ്ട്, പാർട്ടി അംഗങ്ങൾ വന്നിട്ടുണ്ട്. സ്വാഭാവികമായും മഞ്ചേരിയിലേക്കും അത്തരത്തിലുള്ള ഒരു ഒഴുക്ക് പി.വി. അൻവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഉണ്ടാകുമെന്നുള്ളത്. കാരണം രാഷ്ട്രീയ സസ്പെൻസ് നിലനിൽക്കുന്നുണ്ട്. അൻവറിന്റെ രാഷ്ട്രീയ രൂപം എങ്ങനെയായിരിക്കും, അതിലെ പ്രത്യയശാസ്ത്രം എങ്ങനെയായിരിക്കും, ആശയങ്ങൾ എങ്ങനെയായിരിക്കും, അത് ആർക്ക് വേണ്ടിയായിരിക്കും, അത് കേൾക്കുന്നതിന് വേണ്ടി നിരവധി ആളുകളെത്തും. ഇനി ഈ പറഞ്ഞതുപോലെ നമ്മുടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ വാർത്ത വരുന്നത് പോലെ DMK ആയിട്ട് അലയൻസ് ആകുമോ, അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നത് തന്നെ അത് കേൾക്കുന്നതിന് വേണ്ടി കാഴ്ചക്കാർ നിരവധി എത്തും. അതോടൊപ്പം തന്നെ അൻവറിന്റെ ഫോളോവേഴ്സ് അത് നിരവധി ഉണ്ടാകുമെന്നുള്ളത്. പുറത്തുള്ള ബോർഡുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓരോ വിഭാഗങ്ങളെയും പ്രതിനിധീകരിക്കുന്ന, മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിച്ച് സമുന്നതരായ നേതാക്കളുടെ ചിത്രങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ ശിരൂരിൽ മണ്ണിടിച്ചിൽ മരിച്ച അർജുൻ്റെയും മനാഫിൻ്റെയും ചിത്രമുണ്ട്. വക്കം അബ്ദുൽ ഖാദർ മൗലവി മുതൽ ശ്രീനാരായണ ഗുരു, ചവറയച്ചൻ വരെ ഓരോ സമൂഹത്തെയും പ്രതിനിധാനം ചെയ്യുന്ന ചിത്രങ്ങൾ സ്വാഭാവികമായും ആ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ അൻവർ പ്രതീക്ഷിക്കുന്നുണ്ട്. കൃത്യമായ രാഷ്ട്രീയ സന്ദേശം കൊടുക്കുന്ന ആൾക്കൂട്ടമുണ്ട്. നേരത്തെ അൻവർ ഈ ഒരു മേഖല സന്ദർശിച്ച സമയത്ത് പറഞ്ഞിരുന്നത് കേവലം നിലമ്പൂർ നിയോജക മണ്ഡലം മാത്രം കേന്ദ്രീകരിച്ചുള്ള ഒരു രാഷ്ട്രീയ രൂപമായിരിക്കില്ല, സോഷ്യലിസ്റ്റ് മൂവ്മെന്റാണ്, രാഷ്ട്രീയ പാർട്ടിയല്ല. നിയമ തടസ്സമുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കേരളത്തിലെ എല്ലാ സാധാരണക്കാരായ ജനങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു സോഷ്യലിസ്റ്റ് മൂവ്മെന്റ് ആയിരിക്കും തന്റേത്. അത് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് തന്നെയായിരിക്കും. ഇതിലെ ഒറ്റ കാര്യമേ ഉള്ളൂ, അതായത് മത, സാമൂഹിക, സാംസ്കാരിക രംഗത്തുള്ള എല്ലാവരെയും ഒന്നിപ്പിച്ച് നിർത്താനുള്ള ശ്രമമാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുബഷിർ ഈ ഗ്രൗണ്ടിൽ നിന്നിട്ടുള്ള ആൾ കൂടിയാണ്, തുടക്കം മുതൽ ഈ കാര്യത്തിന്റെ പിന്നാലെ ഉണ്ട് താനും. മുബഷിർ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഈ പറഞ്ഞ 1 ലക്ഷം എന്ന് പറയുന്ന അക്കൗണ്ടിലേക്കൊക്കെ എത്തിച്ചേരാൻ സാധിക്കും? അതിശയോക്തി മാത്രമായി അത് ഒതുങ്ങും? ഏറെക്കുറെ 50,000-ന് മുകളിൽ ഒരു പങ്കാളിത്തം നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം 50,000 ആൾക്കാർ ഉൾക്കൊള്ളാനുള്ള ഒരു ഗ്രൗണ്ട് ഇതില്ല. 50,000 ആൾക്കാർ ഉൾക്കൊള്ളാൻ 10,000 ആൾക്കാർ വന്നാൽ പോലും 1 ലക്ഷത്തിന്റെ മേനി ഉണ്ടാവുന്ന ഒരു ഗ്രൗണ്ടാണിത്. സ്വാഭാവികമായിട്ടും ആളുകളിലേക്ക് പോകുന്നുണ്ട്. മലയമ്മ, ഒന്ന് കൂടെ ആളുകളുണ്ട്. അതെ, നെഞ്ചിലാണ് കേട്ടോ. ഈ എത്ര ആൾ വരും കേട്ടോ? എന്തായാലും അൻവർക്ക് പറഞ്ഞത് 1 ലക്ഷമല്ലേ, അതെന്തായാലും അതിന്റെ മുകളിലുണ്ടാവുന്ന നമ്മളെ പ്രതീക്ഷ. 1 ലക്ഷം ആൾക്കാർ ഇപ്പോൾ നിലമ്പൂർ എന്തേനി പറഞ്ഞു, നിലമ്പൂർ 200 ആളെ പരിപാടി എന്ന് പറഞ്ഞിനി. എന്നിട്ടോ നിങ്ങൾ പിന്നെ നിങ്ങൾ തന്നെ പറഞ്ഞു 200 ആൾക്കാർ ഉണ്ടോ? അരീക്കോട് സ്ഥലം, അരീക്കോട് എന്നൊക്കെ നമുക്ക് ഒരുപാട് ആളുകൾ എന്തായാലും ആദ്യം അരീക്കോട് പരിപാടി വെക്കുന്നു പറഞ്ഞിരുന്നു, പിന്നീട് മാറ്റി. അത് ഇവിടെ മഞ്ചേരി അവിടെ പങ്കെടുക്കാനുള്ള ആളുകളൊക്കെ മഞ്ചേരിക്ക് എന്തായാലും വരും. ഇവർ കോഴിക്കോട് നിന്ന് വരിക. എവിടെ നിന്നായിട്ടാ വരുന്നത്? ഞാൻ കോഴിക്കോട്. നേരത്തെ പി.വി. അൻവറിന്റെ ഫോളോവർ ആണോന്ന് എനിക്ക് സംശയമാണ്. പി.വി. അൻവറിന്റെ ഫോളോവർ എന്ന് പറഞ്ഞുകൂടാ, എങ്കിലും നമ്മൾ അതിൻ്റെ
അദ്ദേഹം സംസാരിച്ചതായ എല്ലാവരുടെയും ഇന്നത്തെ കേരള ജനതൻ്റെ മനസ്സിൽ ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങൾ ഇവിടെ തുറന്നു പറഞ്ഞു. ഇവിടെ ഇന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഭരണകർത്താക്കളുടെ പല അഴിമതികളും തുറന്ന് സംസാരിക്കാൻ എനിക്ക് പോലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നതാണ്. അത് അദ്ദേഹത്തിന് ചങ്കുറ്റത്തോടെ പറഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് 100 അഭിനന്ദനങ്ങളാണ്. ഇഷ്ടം കൊണ്ട് വന്നതാണ്. നേരത്തെ ഏത് പാർട്ടിയിലായിരുന്നു? നേരത്തെ ഞാൻ നാഷണൽ കോൺഗ്രസിലായിരുന്നു. പിന്നെ ഞാൻ NJD-യിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ പാർട്ടിന്റെ പേരിൽ മാത്രമല്ല ഞാൻ ആൾക്കാരുണ്ടാവും. അങ്ങനെ അൻവർ ഒരു പാർട്ടി പ്രഖ്യാപിച്ചാൽ നിങ്ങളെപ്പോലുള്ള ആൾക്കാരുണ്ടാവും. ഇഷ്ടം പോലെ ഉണ്ടാവും. ഇഷ്ടം പോലെ മനസ്സറിഞ്ഞുള്ള വിശ്വസിച്ചിട്ടുള്ള ആൾക്കാർ 100 കണക്കിന് ഉണ്ടാവും എന്നുള്ളത് തന്നെ ഉറപ്പ്. അതിലൊരു സംശയം വേണ്ട. ഓക്കെ, നമ്മളെ എല്ലാവരുടെയും മനസ്സ് തന്നെയാണ്. എവിടെ വരുന്നേ? ഞാൻ അരീക്കോട്. എന്താ ഇന്ന് എത്ര ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്? ഈ ഒരു മൂവ്മെന്റ് സക്സസ് ആവും എന്നുള്ള ഉറപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു 139 MLA-മാരെ കൂട്ടത്തിലും പിണറായിക്കെതിരെ പറയാൻ പറ്റിയ ഒരു ആൺകുട്ടിയാണ് അൻവർ എന്ന് തെളിയിച്ച ദിനങ്ങളാണ് ഇപ്പൊ കടന്നു പോയിട്ടുള്ളത്. നിലപാടുകളുടെ രാജകുമാരൻ 100 വട്ടം പറയാ. ഈ ഗ്രൗണ്ട് നിറയുന്നല്ല. ഇപ്പൊ അരീക്കോട് നമ്മൾ പരിപാടി വെച്ചത് എന്തോ കാരണത്താൽ മാറ്റി അവിടെ നിന്നൊക്കെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ടൈം ആയില്ലല്ലോ. ചെറുതായിട്ട് വിറയ്ക്കുന്നുണ്ടല്ലോ. എന്ത് ഫസ്റ്റ് ആയിട്ട് നമ്മളെ മലപ്പുറത്ത് നമ്മളെ സെവൻസിന്റെ പങ്കാളിത്തമൊക്കെ നമുക്കറിയണം. ആളുകൾ കണ്ടമാനം വരാറുണ്ട്. അത്ര ഒരു പങ്കാളിത്തം നമ്മൾ അൻവറിന്റെ പരിപാടിയിൽ ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും ഉറപ്പല്ലേ. നിങ്ങളൊക്കെ എവിടുന്നാ? ഞങ്ങൾ നിലമ്പൂർ. അൻവറിന്റെ നാട്ടിൽ നിന്നാണ്? തീർച്ചയായിട്ടും. നേരത്തെ പാർട്ടി പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്ന ആളാണോ? വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ് ഞാൻ. ഞാൻ അൻവറിന്റെ കൂടെ നിന്ന് പ്രവർത്തിച്ചിരുന്നതാണ് നിയമസഭ. അൻവറിന്റെ കൂടെ ആരൊക്കെ ഉണ്ടാവും പാർട്ടി വിട്ടുവരുമ്പോൾ? അല്ല, ഒരുപാട് നേതാക്കന്മാർ വരാം, ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ അൻവറിനെ പറഞ്ഞിട്ട് 25 പഞ്ചായത്ത് രൂപീകരണം കഴിഞ്ഞാലും മറിച്ചിടുന്നാണ് അൻവറിനെ പറഞ്ഞത്. അത് 50 കവർ ചെയ്തു എന്നാണ് പുള്ളി പറയുന്നത്. അത് മറിച്ചിടുക എന്നുള്ളത് അൻവർ പറഞ്ഞ വാക്കിന് ഒരു കാരണവശാലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അത് ഗഡ്സാണ് അദ്ദേഹത്തിന്. ഒറ്റ കാര്യം ഞാൻ ഒന്ന് ഇടപെട്ട് ചോദിക്കട്ടെ. ഇപ്പം അൻവർ പാർട്ടി എന്നുള്ള നിലയിൽ അത് പ്രഖ്യാപിക്കാത്തതിൽ ചെറിയ വിഷമമുണ്ടോ? അതിന് വിഷമമുണ്ട്. പാർട്ടിയായിട്ട് പ്രഖ്യാപിക്കണം. എന്നിട്ട് അതിന് സമാധാനം നമുക്ക് വല്ല ഉണ്ടാവുകയുള്ളൂ. MLA സ്ഥാനം പോകുന്നുള്ള പേടിയുണ്ട്. MLA സ്ഥാനം പോയിക്കോട്ടെ. അതിനോട് ഇനി MLA പിന്നെ ജനങ്ങളല്ലേ തിരഞ്ഞെടുത്തിട്ട് ഒരു MLA എടുക്കണ്ടേ? ഒരു MLA ആക്കേണ്ടതും ജനങ്ങളാണല്ലോ. ഈ ജനങ്ങൾ പിന്നീട് ആലോചിച്ചോളൂ. അല്ല, തീർച്ചയായിട്ടും അതൊരു പാർട്ടി തന്നെ ആയിരിക്കും. ഇന്നിപ്പോൾ സാങ്കേതികമായി പാർട്ടി പ്രഖ്യാപിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമായിരിക്കും. വിനീത, ഈ കാണുന്നത് സ്വാഭാവികമായിട്ടും മലബാർ രാഷ്ട്രീയത്തിൽ അൻവർ എത്രത്തോളം സ്വാധീനമുണ്ടാക്കും എന്നുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ സമയമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അൻവറിന് ഈ മേഖലയിലുള്ള സ്വാധീനത്തെക്കുറിച്ച് പറയാൻ സാധിക്കും. ഒരു സ്വതന്ത്രനായി മത്സരിച്ച് തുടങ്ങിയതാണ്. ഏറനാട്ടിൽ തുടങ്ങി, വയനാട്ടിൽ. അൻവറിന്റെ രാഷ്ട്രീയ പ്രവേശനം അത് നമ്മൾ ആലോചിക്കേണ്ടത് KSUയിലൂടെയാണ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത്. എനിക്ക് തോന്നുന്നു മമ്പാട് MES മമ്പാട് കോളേജിലെ KSU ചെയർമാനായിരുന്നു അൻവർ. പിന്നീട് കരുണാകരനോടൊപ്പം DSU പ്രവേശിക്കുന്നു. പാർട്ടി മാറിയതോടെ അൻവർ ഒരു അനിശ്ചിതകാലത്തേക്ക് രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നു. പിന്നീട് കോൺഗ്രസിലേക്ക് സജീവമായി എത്തുന്നു. അങ്ങനെയാണ് അൻവർ ആദ്യഘട്ടത്തിൽ 2011 ഏറനാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സ്വതന്ത്രനായിട്ട്. ആ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. 2ാം സ്ഥാനത്തേക്ക് അൻവർ എത്തി എന്നുള്ളത്. കാരണം CPI സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അൻവറിനെ CPI സ്ഥാനാർത്ഥിയാക്കുമെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില കേസുകൾ ഉണ്ടായതുകൊണ്ട് അദ്ദേഹം മാറ്റി നിർത്തി എന്നുള്ളത്. അദ്ദേഹം സ്വതന്ത്രനായി മത്സരിച്ച് 2ാം സ്ഥാനത്തെത്തുന്നു. LDF സ്ഥാനാർത്ഥി അവിടെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് മത്സരിക്കുന്നുണ്ട്. 40,000-അടുത്ത് അൻവർ അവിടെ വോട്ട് നേടിയെത്തുന്നത്. അതുവഴിയാണ് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലേക്ക് 2016 എത്തുന്നത്. നിലമ്പൂരിനെ സംബന്ധിച്ച് പാർട്ടി മണ്ഡലമാണ്. സഖാവ് കുഞ്ഞാലിയുടെ മേഖലയാണ്. 29 വർഷത്തോളം ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായും MLA ആയും നിയമസഭയിൽ പ്രതിനിധീകരിച്ച മണ്ഡലമാണ്. കോൺഗ്രസിന്റെ കുത്തക അവിടെ അവസാനിപ്പിക്കുന്നത് PV അൻവറിലൂടെയാണ് ഇടതുപക്ഷം. അൻവറിനെ നിലമ്പൂരിൽ അവതരിപ്പിക്കുമ്പോൾ കഴിഞ്ഞ നിലമ്പൂർ സമ്മേളനത്തിൽ ഈ സുഖു പറഞ്ഞൊരു കാര്യമുണ്ട്. നിലമ്പൂരിലേക്ക് PV അൻവറിനെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരുന്ന സമയത്ത് എടക്കരയിലെയും നിലമ്പൂരിലെയും ഏരിയ കമ്മിറ്റികൾ പൂർണ്ണമായും അൻവറിനൊപ്പമായിരുന്നില്ല. ഈ ഏരിയ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള 23 പേരെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു വരുത്തി സംസ്ഥാന നേതാക്കന്മാരാണ് ഇതാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ. അത് മാത്രമല്ല, സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന സമയത്ത് എടക്കരയിൽ വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു. അൻവറിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഈ ആളുകളൊക്കെ തന്നെ അൻവറിനെ പിന്തുണക്കുന്നു. തുടർച്ചയായി 2 തവണ നിലമ്പൂരിൽ നിന്നും അൻവർ തിരഞ്ഞെടുക്കപ്പെടുന്നു. പിന്നീടുണ്ടായത് ചരിത്രമാണ്. 3 പഞ്ചായത്തുകൾ ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ അൻവറിന്റെ കീഴിൽ ഇടതുപക്ഷം നേടിയെടുത്തു. നിലമ്പൂർ നഗരസഭ അൻവറിന്റെ കീഴിൽ ഇടതുപക്ഷം നേടിയെടുക്കുന്നുണ്ട്. പാർട്ടി നിർജ്ജീവമായെടുത്ത് അൻവർ എത്തി പാർട്ടിയെ വളരെ ആക്റ്റീവാക്കി മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളത് വസ്തുതയാണ്. അത് മുന്നിലുണ്ട്. അതൊക്കെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണ് അത്തരം ഒരു സോഷ്യലിസ്റ്റ് മൂവ്മെന്റ്
പ്രസിഡന്റ് അൻവർ ഇവിടെ പ്രഖ്യാപിക്കാൻ പോകുന്നത്, അതുമായി ബന്ധപ്പെട്ടൊരു പിന്തുണ ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന ഒരു ഉറപ്പ് അൻവറിനുണ്ട്. ഒരു കാര്യമുണ്ട്, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കൂടെ അതിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഘട്ടത്തിലാണ് അൻവറിന് ഇത്രയും പിന്തുണയുള്ളതെന്ന് ഓർക്കണം. അദ്ദേഹം നേരത്തെ മത്സരിച്ച ഘട്ടത്തിലും ചെറിയ രീതിയിൽ അദ്ദേഹം പിന്തുണ ആർജിച്ചു വന്നിട്ടുണ്ട്. ആ കാര്യത്തിൽ വ്യത്യസ്തമുള്ള ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമ്പോൾ, അത് ദേശീയ തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും ഒക്കെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമ്പോൾ പുതിയ പരീക്ഷണത്തിന് ജനങ്ങൾ തയ്യാറാവും. ഇപ്പോൾ നമുക്കറിയാം, UPA സർക്കാരിൻ്റെ 2ാം ഭരണകാലത്ത് ഒരു പുതിയ പരീക്ഷണമായിരുന്നു ആം ആദ്മി പാർട്ടി. പുതിയ പരീക്ഷണം ഉണ്ടാകുമ്പോൾ കുറേ ആൾക്കാർ ആ പരീക്ഷണത്തോടൊപ്പം പോകും. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തോട് പൊരുത്തപ്പെടാനാവാത്ത ആളുകൾ പോകും. അപ്പോൾ ഇവിടെ അൻവറിന്റെ രാഷ്ട്രീയ പരീക്ഷണമാണ് നടക്കാൻ പോകുന്നത്. മാത്രമല്ല VS രഞ്ജിത്ത്, നമുക്കറിയാം DMK എന്ന് പറയുന്നത് സംഘപരിവാർ വിരുദ്ധ നിലപാടെടുക്കുന്ന പ്രധാനപ്പെട്ട ഇന്ത്യ മുന്നണിയിലെ ഒരു ശക്തി തന്നെയാണ്. അപ്പോൾ അൻവർ പറയുകയുണ്ടായി, മുൻ MLA-മാർ ഉൾപ്പെടെ അല്ലെങ്കിൽ CPM-ൽ നിന്ന് അകന്നു നിൽക്കുന്നവർ, സംഘപരിവാറിനോട് എതിർത്ത് നിൽക്കുന്നവർ, അത്തരത്തിൽ കുറേ അധികം ആളുകളുടെ പിന്തുണ എനിക്കുണ്ട്, അവരെയൊക്കെ തന്നെയും ഈ വേദിയിൽ എത്തിക്കും എന്നുകൂടി അൻവർ പറയുകയുണ്ടായി. അത്തരം കാര്യങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കണം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.